നമുക്ക് സാധാരണക്കാർക്ക് നിത്യജീവിതത്തിൽ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയറാണ് ഹോപ്നോപ്നോ പ്രയർ. ഈ ഹോപ്നോപ്നോ പ്രയറിന്റെ പുറകിൽ ഒരു സംഭവ കഥയുണ്ട്. അമേരിക്കയ്ക്ക് അടുത്തുള്ള ഒരു ദ്വീപാണ് ഹാവായ് ദ്വീപ് എന്ന് പറയുന്നത്. ഈ ഹാവായ് ദ്വീപില് ഒരു മെന്റൽ അസൈലം ഉണ്ട്. ഈ ജയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജയിലിൽ കൊടും ക്രൂരന്മാരായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യമുള്ള കുറ്റവാളികളെ ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തവരെയാണ് ഇവിടെ പാർപ്പിച്ചിരുന്നത്. ഇവിടേക്ക് നിയമിതരാകുന്ന ഡോക്ടർമാർ, സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു തരത്തിലെങ്കിലും രക്ഷപ്പെട്ടു പോകുവാനാണ് ശ്രമിക്കാറ്. അത്തരത്തിൽ 1987 ഡോക്ടർ ഹ്യൂലൈൻ അവിടെ നിയമിതനാകുകയാണ് സൈക്യാട്രിസ്റ്റായിട്ട്. അദ്ദേഹം അവിടെ വന്നിട്ട് അവിടെ ഇത്തരത്തിലുള്ള കൊടും ക്രൂരന്മാരുടെ ഇടയിലേക്ക് നിയമിതനാകുന്ന ഈ ഡോക്ടർ ഹ്യൂലൈൻ അദ്ദേഹം രാവിലെ തന്നെ അവിടെ എത്തും. വൈകിട്ട് 5 മണിവരെ ആ കൊടും കുറ്റവാളികളുടെ ഫയലുകൾ ഓരോന്നോരോന്നായിട്ടെടുത്ത് പരിശോധിക്കും. വളരെ മൗനിയായിട്ടിരുന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുകയും ചെയ്യും. ഏതായാലും ഒരു 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു അത്ഭുതകരമായ കാര്യം, അമേരിക്ക ഇത്തരത്തിലുള്ള ഈ മെന്റൽ അസൈലം അത് നിർത്തലാക്കുകയാണ് ചെയ്തത്. കാരണം അവിടെയുള്ള എല്ലാ കുറ്റവാളികളും വളരെ സൗമ്യന്മാരായിട്ട് തീർന്ന് വളരെ അത്തരത്തിലൊരു ജയിൽവാസത്തിന്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ആ മനുഷ്യരെല്ലാം വളരെയധികം പുരോഗതിയിലേക്ക് വന്നതുകൊണ്ട് അമേരിക്ക അത്തരത്തിലുള്ള ഒരു അസൈലം, ആ ജയില് നിർത്തലാക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഈ പ്രാർത്ഥന ഏതാണെന്ന് വെച്ചാൽ അതാണ് ഈ ഹോപ്നോപ്നോ പ്രയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്കിടയിലേക്ക് കൂടി മാനസികമായ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും എല്ലാം വലിയ പ്രത്യാശയുടെ നാമ്പുകൾ എത്തിക്കുവാൻ ഡോക്ടർ ഹ്യൂലൈന് കഴിഞ്ഞത് ഹോപ്നോപ്നോ പ്രയർ അദ്ദേഹം ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹോപ്നോപ്നോ പ്രയർ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗം ഉള്ളത് തന്നെയാണ്, ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. ഹോപ്നോപ്നോ പ്രയർ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് യൂണിവേഴ്സിനെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ് വിശ്വാസമെങ്കിൽ ആ ദൈവത്തിനെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വരുന്ന വളരെയധികമായിട്ടുള്ള പ്രത്യേകതകൾ, അല്ലെങ്കിൽ വളരെയധികം മാനസികമായ സ്വാസ്ഥ്യം പറഞ്ഞറിയിക്കുക വയ്യാത്ത കാര്യം തന്നെയാണ്. ഐ എം സോറി എന്നുള്ളതാണ് ആദ്യം തുടങ്ങുന്നത്. ഐ എം സോറി എന്ന് പറയുമ്പോൾ നമുക്ക് നടന്നിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാം നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും, വിഷമതകളുടെയും ചതിയുടെയും വഞ്ചനയുടെയും നഷ്ടങ്ങളുടെയും എല്ലാം കണക്കുകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഐ ആം സോറി എന്ന് പറയുകയാണ്. രണ്ടാമത് പ്ലീസ് ഫോർഗീവ് മീ. ഇവിടെയാണ് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള ഹീലിംഗ് കപ്പാസിറ്റി. നമുക്ക് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെ ഏറെ ബുദ്ധിമുട്ടിച്ച് കടന്നുപോയ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം, പല വ്യക്തികളും ഉണ്ടാകാം, പല സംഭവങ്ങളും ഉണ്ടാകാം. ഈ സംഭവങ്ങൾക്കെല്ലാം പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹീലിംഗിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. അതിനുശേഷം പിന്നെ പറയുന്നത് താങ്ക് യു. താങ്ക് യു എന്ന് പറയുമ്പോൾ ഇവിടെ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. യൂണിവേഴ്സൽ എനർജിക്ക്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏതിനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയലാണ്. അപ്പൊ പ്ലീസ് ഫോർഗീവ് മീ. അതിനുശേഷം ഐ ലവ് യു. ഇത് യൂണിവേഴ്സൽ സ്നേഹത്തിനെയാണ്, യൂണിവേഴ്സൽ ലവിനെയാണ് സൂചിപ്പിക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സർവ്വചരാചരങ്ങളിലേക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഹോപ്നോപ്നോ പ്രയർ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറയുന്ന ഈ ഹോപ്നോപ്നോ പ്രയർ നമ്മുടെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ സൃഷ്ടിക്കും, യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണുള്ളതെങ്കിൽ, മാനസികമായിട്ട് എന്ത് കാര്യമാണ് നേടേണ്ടുന്നത് എങ്കിൽ തന്നെയും അതിനെല്ലാത്തിനും ഈ ഹോപ്നോപ്നോ പ്രയർ ഉപയോഗിക്കാവുന്നതാണ്. ഹോപ്നോപ്നോ പ്രയർ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനസികമായ സ്വാസ്ഥ്യം നേടാം.